വിദേശ തൊഴിലാളികൾ ഒമാനിലേക്ക് വരുന്നതിന് മുൻപ് യോഗ്യതാ പരിശോധന കർശനമാക്കി തൊഴിൽ മന്ത്രാലയം. പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന പ്രവാസി തൊഴിലാളികൾക്കുള്ള പ്രീ എൻട്രി പരിശോധനയാണ് കർശനമാക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾക്ക് പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. തൊഴിൽ വിപണി പരിഷ്കാരങ്ങളുടെ ഭാഗമായി വിദേശ തൊഴിലാളികൾ ഒമാനിലേക്ക് വരുന്നതിന് മുമ്പ് യോഗ്യതാ പരിശോധന കർശനമാക്കുകയാണ് ഒമാൻ. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും പ്രധാന മേഖലകളിൽ ഉടനീളം തൊഴിൽ ശക്തിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് നടപടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ് എന്നിവയുൾപ്പെടെ നിയന്ത്രിത തൊഴിലുകളിൽ ജോലി നേടുന്ന പ്രവാസി തൊഴിലാളികൾ അവരുടെ സർട്ടിഫിക്കറ്റുകൾ സ്കിൽസ് യൂണിറ്റിൽ നിന്ന് അംഗീകാരം നേടണം. യോഗ്യത ഔപചാരികമായി പരിശോധിപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് വർക്ക് പ്രാക്ടീസ് ലൈസൻസ് നൽകുക. ലൈസൻസ് നൽകിക്കഴിഞ്ഞാൽ മാത്രമേ എൻട്രി പെർമിറ്റുകൾ അനുവദിക്കൂ. അക്രഡിറ്റേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിദേശ തൊഴിലാളികൾക്ക് ഒമാനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആദ്യം തൊഴിലാളിയെ വിലയിരുത്തുകയും അംഗീകൃത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തൊഴിൽ പരിശീലിക്കുന്നതിനുള്ള ലൈസൻസ് നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്നും തൊഴിൽ മന്ത്രാലയത്തിലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് വകുപ്പ് ഡയറക്ടർ സഹർ ബിൻ അബ്ദുല്ല അൽ ഷെയ്ഖ് പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്.